നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. തെരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കിയതിനു ശേഷം രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയ സംഭാവനയുടെ കണക്ക് പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ട്രസ്റ്റുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി ലഭിച്ചത് 3811 കോടി രൂപ. BJPക്ക് മാത്രം ലഭിച്ചത് 3112 കോടി രൂപ. കോൺഗ്രസിന് ലഭിച്ചത് 299 കോടി രൂപയെന്നും കണക്കുകൾ. റെയിൽവേ യാത്രാ നിരക്കിൽ മാറ്റം. ഓർഡിനറി ക്ലാസുകളിൽ 215 കിലോമീറ്ററിന് മുകളിലുള്ള യാത്രകൾക്ക് കിലോമീറ്ററിന് 1 പൈസ കൂടി. സ്ലീപ്പർ AC ക്ലാസുകൾക്ക് 2 പൈസ വർദ്ധിക്കും. വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ. റെയിൽവേ പ്രതീക്ഷിക്കുന്നത് അധിക വരുമാനം. VBG റാംജി ബില്ലിന് അംഗീകാരം. 125 തൊഴിൽ ദിനം ഉറപ്പു നൽകുന്ന പുതിയ ബിൽ രാഷ്ട്രപതി ഒപ്പുവച്ചു. ലോക കേരള സഭ 5ാം പതിപ്പ് ജനുവരിയിൽ. 29, 30, 31 തീയതികളിൽ തിരുവനന്തപുരത്ത് നടത്താൻ സർക്കാർ തീരുമാനം. ജനുവരി 29-ന് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ തവണ ലോക കേരള സഭയ്ക്ക് ചെലവാക്കിയത് 10 കോടി രൂപ. ചിരിയും ചിന്തയും ബാക്കിയാക്കി കഥാനായകൻ മടങ്ങി. അനശ്വര പ്രതിഭ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ കൊച്ചി കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ നടത്തി. പ്രിയനായകന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മലയാള മനസ്സ്. ചിതയിൽ പേനയും പേപ്പറും സമർപ്പിച്ച് സത്യൻ അന്തിക്കാട്. വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ച് തമിഴ്നടൻ സൂരി. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇനി പുതിയ ഭരണാധികാരികൾ. കോർപ്പറേഷൻ, ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മേയർ, ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് 26-ന്. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-ന്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് V പ്രിയദർശിനിയെ നിർദ്ദേശിച്ച് CPM. തിരുവനന്തപുരത്തും കൊച്ചിയിലും മേയറിൽ തീരുമാനമായില്ല. അണ്ടർ-19 ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് വൻ തോൽവി. പാകിസ്ഥാന് കിരീടം. ഇന്ത്യയുടെ പരാജയം 191 റൺസിന്. ആഷസ് നിലനിർത്തിയ ഓസ്ട്രേലിയ. 3ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ തകർത്തത് 82 റൺസിന്. പരമ്പരയിൽ ഓസീസിന് 3-0 മുന്നിൽ. ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപവും രാഷ്ട്രീയ അസ്ഥിരതയും തുടരുന്നു. ഉസ്മാൻ ഹാദിയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യമുയർത്തി വൻ പ്രതിഷേധം. അക്രമികളിൽ ചിലർ ഇന്ത്യയിലേക്ക് കടന്നതായി സൂചന. അതിർത്തി സംസ്ഥാനങ്ങളിൽ കനത്ത സുരക്ഷ. തെരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കിയതിനു ശേഷം രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയ സംഭാവനയുടെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. 3811 കോടി രൂപയാണ് 2024-25 സാമ്പത്തിക വർഷം ട്രസ്റ്റുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി ലഭിച്ചത്. ഇതിൽ 3112 കോടി രൂപയും ലഭിച്ചത് BJPക്കാണ്. 299 കോടി രൂപ മാത്രമാണ് ഈ കാലയളവിൽ കോൺഗ്രസിന് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സംഭാവന 2024-ലാണ് സുപ്രീം കോടതി നിർത്തലാക്കിയത്. പിന്നീട് സംഭാവനകൾ ട്രസ്റ്റുകൾ വഴിയാണ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് എത്തുന്നത്. ഇതിൽ 2023-24 അപേക്ഷിച്ച് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം വലിയ വർധനമാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ 9 രാഷ്ട്രീയ ട്രസ്റ്റുകൾ എല്ലാ പാർട്ടികൾക്കുമായി സംഭാവന നൽകിയത് 3811.37 കോടി രൂപയാണ്. അതിൽ 82% തുക ലഭിച്ചത് BJPക്കാണ്. 3112.5 കോടി രൂപയാണ് രാഷ്ട്രീയ ട്രസ്റ്റുകൾ BJPക്ക് സംഭാവന നൽകിയത്. 19 ട്രസ്റ്റുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 13 എണ്ണമാണ് കമ്മീഷന് കണക്ക് നൽകിയത്. കണക്ക് പുറത്തു വന്നിട്ടുള്ളത് 9 എണ്ണത്തിന്റെ മാത്രവും. 2023-24 സാമ്പത്തിക വർഷത്തെ 1218 കോടിയിൽ നിന്നാണ് ഒരു വർഷത്തിനിടയിൽ വലിയ വർധനവ് ഉണ്ടായത്. പ്രുഡൻ ഇലക്ട്രൽ ട്രസ്റ്റ് മാത്രം BJPക്ക് നൽകിയത് 2180.71 കോടി രൂപയാണ്. ട്രസ്റ്റ് വഴി കോൺഗ്രസിന് കിട്ടിയത് 21.63 കോടി രൂപയും. പ്രോഗ്രസീവ് ഇലക്ട്രൽ ട്രസ്റ്റ് നൽകിയത് 757.62 കോടി രൂപയും. ന്യൂ ഡെമോക്രാറ്റിക് ട്രസ്റ്റ് 150 കോടിയും കേന്ദ്രം ഭരിക്കുന്ന പ്രധാന പാർട്ടിക്ക് നൽകി. കോൺഗ്രസിന് രാഷ്ട്രീയ ട്രസ്റ്റുകൾ വഴി ലഭിച്ചത് 298.77 കോടി രൂപയാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവന 400 കോടി രൂപയും. പ്രുഡൻ ഇലക്ട്രൽ ട്രസ്റ്റിന് സംഭാവന നൽകിയത് ജിൻഡാൽ സ്റ്റീൽ, മേഘ എഞ്ചിനീയറിംഗ് കമ്പനി, അരബിന്ദോ ഫാർമ ഉൾപ്പെടെയാണ്. രാഷ്ട്രീയ ട്രസ്റ്റുകളല്ലാതെ വ്യക്തികളും കമ്പനികളും നൽകിയ സംഭാവനയിലും BJP തന്നെയാണ് മുന്നിൽ. മറ്റു പാർട്ടികൾക്ക് എല്ലാം കൂടി കോൺഗ്രസിനേക്കാൾ കൂടുതൽ സംഭാവന ലഭിച്ചിട്ടുണ്ട്.
AAP, TDP, TMC എന്നിവയ്ക്കാണ് ചെറു പാർട്ടികളിൽ കൂടുതൽ സംഭാവന ലഭിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. യാത്രാ നിരക്കുകൾ പരിഷ്കരിച്ച റെയിൽവേ 26 മുതൽ ദീർഘദൂര യാത്രകൾക്ക് ചെറിയ വർധനവുണ്ട്. 215 കിലോമീറ്റർ കൂടുതലുള്ള ജനറൽ ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 1 പൈസയാണ് വർദ്ധിച്ചത്. സ്ലീപ്പർ AC ക്ലാസുകൾക്ക് 2 പൈസ കൂടിയിട്ടുണ്ട്. പുതുക്കിയ നിരക്കുകൾ നിലവിൽ വരുന്നതോടെ നോൺ AC അല്ലെങ്കിൽ AC കോച്ചുകളിൽ 500 കിലോമീറ്റർ സഞ്ചരിക്കാൻ 10 രൂപ അധികമായി നൽകേണ്ടി വരും. യാത്രക്കാർക്ക് താങ്ങാനാവുന്ന നിരക്കിൽ സേവനം ഉറപ്പാക്കിക്കൊണ്ട് റെയിൽവേയുടെ സാമ്പത്തിക ഭദ്രത നിലനിർത്താനാണ് നീക്കമെന്ന് അധികൃതർ പറയുന്നു. സാധാരണക്കാരായ യാത്രക്കാരെയും കുറഞ്ഞ വരുമാനക്കാരെയും പ്രതികൂലമായി ബാധിക്കാത്ത വിധത്തിലാണ് നിരക്കിൽ മാറ്റം വരുത്തുന്നത്. അതേസമയം റെയിൽവേയുടെ വരുമാനത്തിൽ മോശമല്ലാത്ത രീതിയിൽ വർധനവുമുണ്ടാകും. പുതിയ ടിക്കറ്റ് ഘടനാ പ്രകാരം 215 കിലോമീറ്ററിൽ കൂടുതലുള്ള ജനറൽ ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 1 പൈസയാണ് വർദ്ധിച്ചത്. സ്ലീപ്പർ AC ക്ലാസുകൾക്ക് 2 പൈസ കൂട്ടി. പുതിയ നിരക്കുകൾ നിലവിൽ വരുന്നതോടെ നോൺ AC അല്ലെങ്കിൽ AC കോച്ചുകളിൽ 500 കിലോമീറ്റർ സഞ്ചരിക്കാൻ 10 രൂപ അധികമായി നൽകേണ്ടി വരും. അതേസമയം സബർബൻ സീസൺ ടിക്കറ്റുകളുടെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. ഇടത്തരം വരുമാനമുള്ള വിഭാഗത്തിന് താങ്ങാനാവുന്ന നിരക്കാണിത്. നിലവിൽ ജീവനക്കാരുടെ ശമ്പള ഇനത്തിൽ മാത്രമുള്ള ചെലവ് 1,15,000 കോടി രൂപയായും പെൻഷൻ ചെലവ് 60,000 കോടി രൂപയായും വർദ്ധിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ പറയുന്നു. പുതിയ പരിഷ്കാരങ്ങൾ ഡിസംബർ 26 മുതൽ പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോക കേരള സഭ 5ാം പതിപ്പ് ജനുവരിയിൽ നടത്താൻ സർക്കാർ തീരുമാനം. ജനുവരി 29, 30, 31 തീയതികളിൽ തിരുവനന്തപുരത്താണ് ലോക കേരള സഭ സമ്മേളിക്കുക. 29-ന് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ലോക കേരള സഭ ദൂർത്താണെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടെയാണ് വീണ്ടും പരിപാടിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. ജനുവരി 29, 30, 31 തീയതികളിൽ ലോക കേരള സഭ സംഘടിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. 29-ന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി 5ാം പതിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 30, 31 തീയതികളിൽ നിയമസഭ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് സമ്മേളന പരിപാടികൾ. 2ാം പിണറായി സർക്കാരിന്റെ കാലത്തെ അവസാന ലോക കേരള സഭയാണിത്. പ്രതിപക്ഷ എതിർപ്പോടെയാണ് കഴിഞ്ഞ 4 ലോക കേരള സഭാ സമ്മേളനങ്ങളും സർക്കാർ നടത്തിയത്. നിയമസഭാ സമ്മേളനത്തിന് തൊട്ടു മുന്നേ നടത്തുന്ന 5ാം പതിപ്പും സംസ്ഥാനത്തിന്റെ വികസന കാഴ്ചപ്പാടിലൂന്നി നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. 10 കോടിയോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ലോക കേരള സഭ ദൂർത്താണെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടെയാണ് വീണ്ടും പരിപാടിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടുന്നതിനിടയിലാണ് കോടികൾ ചിലവിട്ട് ലോക കേരള സഭയുടെ 5ാം പതിപ്പ് നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷമുയർത്തുന്ന വിമർശനം. കഴിഞ്ഞ വർഷം ജൂൺ 14-നാണ് ലോക കേരള സഭയുടെ 4ാം സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശ്രീനിവാസന് വിട ചൊല്ലി സാംസ്കാരിക കേരളം. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഉദയംപേരൂർ കണ്ടനാട്ടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ചിതയിൽ എരിയും മുൻപ് പ്രിയപ്പെട്ട ശ്രീനിക്ക് സത്യനന്തിക്കാട് പേപ്പറും പേനയും സമർപ്പിച്ചു. ഏറെ വികാരനിർഭരമായിരുന്നു ശ്രീനിക്ക് പ്രിയപ്പെട്ടവരുടെ വിടചൊല്ലൽ. ശനിയാഴ്ച രാവിലെ ശ്രീനിവാസൻ എന്ന മലയാള സിനിമാ ലോകത്തെ അതുല്യ പ്രതിഭയുടെ നിര്യാണം സംഭവിച്ചതു മുതൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ആളുകളുടെ പ്രവാഹമായിരുന്നു. ഉദയംപേരൂർ കണ്ടനാട്ടെ അദ്ദേഹത്തിന്റെ വസതിയിലേക്കും എറണാകുളം ടൗൺ ഹാളിലേക്കും ജനം ഒഴുകിയെത്തി. രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, സിനിമാ മേഖലകളിലെ നിരവധി പ്രമുഖർ നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിച്ചു. രാവിലെ 10-ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുവാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എത്തിയവരുടെ നിര നീണ്ടുപോയതിനാൽ സംസ്കാര ചടങ്ങുകൾ വൈകിയാണ് ആരംഭിച്ചത്. ഒടുവിൽ 11:30-യോടെ ആ അനശ്വര കലാകാരന്റെ ഭൗതികദേഹം ചിതയിലേക്കെടുക്കുമ്പോൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവർ കണ്ണീരടക്കി ഉള്ളിൽ വിട ചൊല്ലി. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന സന്ദേശം എഴുതിയ പേപ്പറും പേനയും തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ചിതയിലേക്ക് സംവിധായകൻ സത്യനന്തിക്കാട് സമർപ്പിച്ചു. തുടർന്ന് മക്കളായ വിനീതും ധ്യാനും ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തി. നടന്മാരായ മുകേഷ്, ദിലീപ്, ടിനി ടോം, രഞ്ജി പണിക്കർ, നിർമ്മാതാവ് സുരേഷ് കുമാർ, മന്ത്രി പി പ്രസാദ്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങി നിരവധി പ്രമുഖർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, കോൺഗ്രസ് അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സംവിധായകരായ രാജസേനൻ, ഫാസിൽ, ബ്ലസി, റോഷൻ ആൻഡ്രൂസ്, നടന്മാരായ ജഗദീഷ്,
പൃഥ്വിരാജ്, ലാൽ, കുഞ്ചൻ, ഇന്ദ്രൻസ്, വിനീത്, ബാബു നമ്പൂതിരി, തമിഴ്നടൻ സൂര്യ, നടിമാരായ പാർവതി തിരുവോത്ത്, നമിത പ്രമോദ്, അൻസിബ ഹസൻ, അമ്മ ഫെഫ്ക സംഘടനകളുടെ ഭാരവാഹികൾ തുടങ്ങിയവരും ശ്രീനിവാസന് ഇന്ന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. സംസ്കാര ചടങ്ങുകൾ കഴിയുന്നതുവരെ കാത്തുനിന്ന വൻ ജനാവലി മലയാളികൾക്ക് ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരനോടുള്ള സ്നേഹത്തിന്റെ തെളിവായി. കഥ പറയുവാൻ ഇനി ശ്രീനിവാസനില്ല. എന്നാൽ അദ്ദേഹം എഴുതിയ കഥകളും തിരക്കഥകളും അവതരിപ്പിച്ച കഥാപാത്രങ്ങളും മലയാളി പ്രേക്ഷക മനസ്സുകളിൽ അനശ്വരങ്ങളായി നിലനിൽക്കുക തന്നെ ചെയ്യും. അമൃത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരം നഗരത്തിന് ഇനി പുതിയ ഭരണസമിതി. ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയ BJP ആഘോഷമായാണ് സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും പാളയം പള്ളിയും സന്ദർശിച്ചതിനു ശേഷമായിരുന്നു BJP അംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. സത്യപ്രതിജ്ഞാ ചടങ്ങിനു ശേഷം BJP പ്രവർത്തകർ ഗണഗീതം പാടിയതിൽ പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചു. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് 26-ന് നടക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ച മുതിർന്ന അംഗം കോൺഗ്രസിന്റെ ക്ലീറ്റസ് ആണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. BJP കൗൺസിലർ VV രാജേഷ്, R ശ്രീലേഖ അടക്കമുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്തു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും പാളയം പള്ളിയും സന്ദർശിച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്കും ശേഷമാണ് BJP അംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. മുദ്രാവാക്യം മുഴക്കിയാണ് BJP അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയെ പ്രവർത്തകർ വരവേറ്റത്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട R ശ്രീലേഖ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭരണഘടന കയ്യിലേന്തിയാണ് കവടിയാർ കൗൺസിലർ KS ശബരിനാഥനും മറ്റ് കോൺഗ്രസ് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തത്. അഡ്വക്കേറ്റ് KS ശബരിനാഥൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായുള്ള വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ. വൈഷ്ണവ് സുരേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും. LDF അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ സ്വാഗതം ചെയ്തത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം BJP പ്രവർത്തകർ ഗണഗീതവും പാടി. BJP കൗൺസിലർമാർ ഗണഗീതം പാടിയതിനെ CPM കൗൺസിലർ അഡ്വക്കേറ്റ് SP ദീപക് വിമർശിച്ചു. കൗൺസിൽ ഹാളിൽ ഈ പറയുന്ന സത്യപ്രതിജ്ഞ നടക്കുന്ന അധികാരത്തിലിരിക്കുന്ന ഹാളിനകത്ത് തന്നെ കയറിയിരുന്ന് ഗണഗീതം പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSും BJP ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തുടക്കം തന്നെ വർഗീയവൽക്കരിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെത്തി എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് 26-ന് നടക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. LDF ഭരണം നിലനിർത്തിയ തിരുവനന്തപുരം, കൊല്ലം ജില്ലാ പഞ്ചായത്തുകളിലും UDF ഭരണം നിലനിർത്തിയ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റായി പ്രിയദർശിനിയെ തീരുമാനിച്ചു. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. വൈസ് പ്രസിഡന്റായി BP മുരളിയെ തിരഞ്ഞെടുത്തു. കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് 26-നും പത്തനംതിട്ടയിലെ തിരഞ്ഞെടുപ്പ് 27-നും നടക്കും. പ്രധാന പാതകളിലെ ഇടതുവശത്തുള്ള ലൈൻ ഓവർ ടേക്കിംഗ് മാത്രമാണെന്ന് ഓർമ്മിപ്പിച്ച ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി റോഡുകളിലെ ഡിസ്പ്ലേ ബോർഡുകളിൽ ഇതു സംബന്ധിച്ച അറിയിപ്പ് പ്രദർശിപ്പിച്ചു തുടങ്ങി. സ്പീഡ് ലൈനുകളിൽ നിശ്ചിത വേഗപരിധിയിലും കുറഞ്ഞ വേഗതയിൽ പോകുന്നത് മറ്റു വാഹനയാത്രക്കാർക്ക് ആശയക്കുഴപ്പത്തിനും അപകടങ്ങൾക്കും ഇടയാക്കുമെന്നാണ് ദുബായ് RTA ഓർമ്മിപ്പിക്കുന്നത്. റോഡുകളിലെ ഇടതുവശത്തെ വേഗമേറിയ ലൈനുകൾ ഓവർടേക്കിങ്ങിനാണ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം വേഗത കുറയ്ക്കുന്നുവെങ്കിൽ വലതുവശത്തെ ലൈനുകൾ ഉപയോഗിക്കണം. നിർദ്ദേശം ലംഘിക്കുന്നവരിൽ നിന്നും 400 ദിർഹം പിഴ ഈടാക്കും. 3 അതിൽ കൂടുതലോ ലൈനുകളുള്ള റോഡുകളിൽ ഇടതുവശത്തെ ലൈനുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും ഡെലിവറി വാഹനങ്ങളെ നവംബർ 1 മുതൽ വിലക്കിയിരുന്നു. കുവൈറ്റിൽ പ്രവാസികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഫീസിൽ വൻ വർധനവ്. ആരോഗ്യ മന്ത്രാലയമാണ് ആരോഗ്യ ഇൻഷുറൻസ് ഫീസിൽ വർധനവ് നിശ്ചയിച്ചത്. ഈ മാസം 23 മുതലാണ് പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരിക. വിദേശികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് സംബന്ധിച്ച 1999-ലെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടാണ് തീരുമാനം. പുതിയ ഉത്തരവ് പ്രകാരം താമസ അനുമതി നൽകുന്നതിനും പുതുക്കുന്നതിനും നിർബന്ധമാക്കിയിരുന്ന വാർഷിക ഹെൽത്ത് ഇൻഷുറൻസ് ഫീസ് ഭൂരിഭാഗം വിഭാഗങ്ങൾക്കും 50 കുവൈറ്റ് ദിനാറിൽ നിന്ന് 100 ദിനാറായി ഉയർത്തി. ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ സർക്കാർ സ്വകാര്യ ആരോഗ്യ ഗ്യാരണ്ടി ഇല്ലാതെ താമസ അനുമതിയോ പ്രവേശന വിസയോ അനുവദിക്കില്ല എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇതിനു പുറമെ സർക്കാർ സ്വകാര്യ മേഖല, കുടുംബ വിസ, പഠനം, നിക്ഷേപം, താൽക്കാലിക ജോലി വിസകൾക്ക് 5 ദിനാർ ഇൻഷുറൻസ് ഫീസ് ഈടാക്കും. ഡിസംബർ 23 മുതൽ ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാതെ കുവൈത്തിൽ താമസവും വിസ നടപടികളും സാധ്യമല്ല.
കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രതിസന്ധികളിൽ നിന്ന് UAE കരകയറുകയാണ്. ദുബായ്, ഷാർജ, റാസൽ ഖൈമ എന്നീ എമിറേറ്റുകളിൽ മഴ കനത്ത നാശം വിതച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലുണ്ടായ വെള്ളക്കെട്ടുകൾ നീക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണ്. മഴയെ തുടർന്ന് അടച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിച്ചു. അറേബ്യൻ കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് UAEയിൽ കനത്ത മഴയ്ക്ക് കാരണമായത്. വ്യാഴാഴ്ച വൈകിട്ടോടെ ശക്തി പ്രാപിച്ച മഴ രാജ്യത്ത് പലയിടങ്ങളിലും കനത്ത നാശനഷ്ടങ്ങൾക്ക് കാരണമായി. ഷാർജ, ദുബായ്, റാസൽ ഖൈമ എന്നീ എമിറേറ്റുകളിൽ താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലായി. പാർക്കിംഗ് ഇടങ്ങളിലും താമസ കേന്ദ്രങ്ങളിലെയും വ്യാപാര കേന്ദ്രങ്ങളിലെയും താഴ്ന്ന നിലകളിലും വെള്ളം കയറിയത് ജനജീവിതം ദുസ്സഹമാക്കി. വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങൾ സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. റാസൽ ഖൈമയിലെ മലയോര പ്രദേശങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലിൽ വാഹനങ്ങൾ അകപ്പെട്ടു. ഷാർജ, ദുബായ് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും മഴ ബാധിച്ചു. വെള്ളക്കെട്ടിലകപ്പെട്ട വാഹനങ്ങളുടെ ഇൻഷുറൻസ് രേഖകൾക്കായി ദുബായ്, ഷാർജ പോലീസ് വകുപ്പുകൾ അതിവേഗ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മഴ മാറിയതോടെ ദുബായിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിച്ചു. ബീച്ചുകളിലേക്കും പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചു തുടങ്ങി. അമൃത ന്യൂസ്, ദുബായ്. അഹ്ലൻ ജിസാൻ 2025 എന്ന പേരിൽ ജിസാൻ KMCC ഇന്ത്യൻ കമ്മ്യൂണിറ്റി മെഗാ ഇവന്റ് സംഘടിപ്പിച്ചു. ജിദ്ദ ഇന്ത്യൻ കൗൺസിൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ഉദ്ഘാടനം നിർവഹിച്ചു. ജിസാൻ ഫുഖ മെറിന ഓഡിറ്റോറിയത്തിൽ നടന്ന മഹാസംഗമത്തിന് ജിസാൻ KMCC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷംസു പൂക്കാട്ടൂർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മൻസൂർ നാലകത്ത് മെഗാ ഇവന്റിനെ പരിചയപ്പെടുത്തി. ഹാരിസ് കലായി, ഗഫൂർ ബാവൂർ എന്നിവർ സംസാരിച്ചു. കുവൈറ്റിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ 123 ജീവനക്കാരുടെ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു. വിവിധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പുരുഷന്മാരും വനിതകളുമായ ജീവനക്കാർക്കെതിരെയാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ സുരക്ഷാ വിഭാഗത്തിലെ വ്യാജരേഖാ വിരുദ്ധ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ഇവരുടെ അക്കാദമിക് സർട്ടിഫിക്കറ്റുകളുടെയും ഇവ നൽകിയ സർവകലാശാലകളുടെയും വിവരങ്ങളും ഔദ്യോഗിക മുദ്രകളുടെ ആധികാരികതയും പരിശോധിക്കുന്നതിന് ആവശ്യമായ നിയമസാങ്കേതിക നടപടികൾ ആരംഭിച്ചതായി പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്റർപോളിന്റെ സഹായത്തോടെയായിരിക്കും അന്വേഷണം നടത്തുകയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അന്വേഷണത്തിൽ വ്യാജരേഖ ചമച്ചതായി തെളിഞ്ഞാൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. സൗദിയിൽ വാഹന റിപ്പയർ വർക്ക്ഷോപ്പുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും നഗരങ്ങളുടെ ഭംഗി നിലനിർത്തുന്നതിനുമായി പുതിയ നിയന്ത്രണങ്ങൾ സൗദി മുനിസിപ്പൽ ഭവനകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തി. പുതിയ നിയമപ്രകാരം വർക്ക്ഷോപ്പ് ഉടമകൾ മുനിസിപ്പാലിറ്റിയുടെ ബലദി പ്ലാറ്റ്ഫോമിൽ നിന്ന് മുനിസിപ്പൽ ലൈസൻസ് നേടുകയും കൃത്യമായ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ ഉറപ്പാക്കുകയും വേണം. കുവൈറ്റിൽ ക്രിസ്മസ് ട്രീകൾ സ്ഥാപിക്കുന്നതിന് അനുമതി. ക്രിസ്മസ് ട്രീകൾ പ്രദർശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഹോട്ടലുകൾക്കെതിരെ പിഴ ചുമത്തില്ലെന്ന് ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ സ്ഥിരീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ വ്യക്തമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതായും അസോസിയേഷൻ അറിയിച്ചു. ക്രിസ്മസ് ട്രീകൾ പ്രദർശിപ്പിക്കുന്ന ഹോട്ടലുകളിൽ ഇടപെടുന്നതോ പിഴ ചുമത്തുന്നതോ നിരോധിച്ചുകൊണ്ട് അധികൃതർ വ്യക്തമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. COVID-19 വാക്സിനുകളുടെ പാർശ്വഫലങ്ങളെക്കുറിച്ച് നിലവിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ കൃത്യമല്ലെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുള്ള അസീരി പറഞ്ഞു. കൊറോണ വൈറസ് വാക്സിനുകളെക്കുറിച്ചുള്ള നിലവിലെ തർക്കങ്ങൾക്ക് മാനുഷിക മാനമില്ല. ഇത് സാങ്കേതിക വിശദാംശങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വാക്സിൻ വെറുമൊരു മെഡിക്കൽ ഉൽപ്പന്നമല്ല, മറിച്ച് ജനസംഖ്യാ ദുരന്തത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച ജീവൻ രക്ഷാ മാർഗമായിരുന്നു. കോവിഡ് വാക്സിനുകൾ ആദ്യ വർഷത്തിൽ ആഗോളതലത്തിൽ ഏകദേശം 2 കോടി മരണങ്ങൾ തടയാൻ സഹായിച്ചതായും മന്ത്രി വ്യക്തമാക്കി. ബംഗ്ലാദേശിൽ ഷെരീഫ് ഉസ്മാൻ ബിൻ ഹാദിയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കലാപം തുടരുകയാണ്. പ്രതിഷേധക്കാർ BNP നേതാവിനെ വീടിന് തീയിട്ടതിനെ തുടർന്ന് നേതാവിന്റെ 7 വയസ്സുള്ള മകൾ കൊല്ലപ്പെട്ടു. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രക്ഷോഭകർ അക്രമം അഴിച്ചുവിട്ടത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നിയമത്തിന് പകരമാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നടപ്പിലാക്കുന്നത്. 125 തൊഴിൽ ദിനം ഉറപ്പു നൽകുന്നതാണ് VBG റാംജി നിയമം. ഇക്കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിലാണ് ബിൽ പാർലമെന്റ് പാസാക്കിയത്. പ്രതിപക്ഷ പ്രതിഷേധം മറികടന്ന് ഇരുസഭകളിലും ശബ്ദ വോട്ടോടുകൂടിയാണ് ബിൽ പാസാക്കിയത്. പുതിയ നിയമപ്രകാരം തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് വഹിക്കേണ്ടത്. ലോകസമാധാനത്തിനും ശാന്തിക്കുമായി അമ്മയുടെ നിർദ്ദേശപ്രകാരം ലോക ധ്യാന ദിനത്തിൽ കോഴിക്കോട് വെള്ളിമാടുകുന്ന മാതാ അമൃതാനന്ദമയി മഠത്തിൽ പ്രത്യേക ധ്യാനം നടത്തി. മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ നടന്ന ധ്യാനത്തിലും ഭജനയിലും പങ്കെടുക്കാൻ നിരവധി പേരാണ് മഠത്തിൽ എത്തിയത്. ലോക
ജീവിതത്തിലെ ഇരുട്ടു നീക്കി സമാധാനവും ശാന്തതയും കൊണ്ടുവരാൻ ധ്യാനത്തിലൂടെ സാധിക്കുമെന്നാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി കാട്ടിത്തരുന്നത്. അമ്മ വിഭാവന ചെയ്ത മാ ഓം ധ്യാനവും ലോകശാന്തിക്കായുള്ള വൈറ്റ് ഫ്ലവർ മെഡിറ്റേഷനും ലോക ധ്യാന ദിനമായ ഡിസംബർ 21 ലോകമെങ്ങും നടത്തപ്പെടുന്നുണ്ട്. കോഴിക്കോട് വെള്ളിമാടുകുന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടന്ന ധ്യാനത്തിലും ഭജനയിലും നിരവധി പേരാണ് പങ്കെടുത്തത്. അമ്മയുടെ വാക്കുകൾ ഉദ്ധരിച്ച് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി ധ്യാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. വരാൻ പോകുന്ന ഒരു വലിയ ദുരന്തം സമൂഹം അനുഭവിക്കാൻ പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഒരു ഇരുട്ട് കാണുന്നു. അപ്പം അതിന് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് തന്നെ പറയുന്നത്. അതിന് വൈറ്റ് ഫ്ലവർ മെഡിറ്റേഷൻ എന്ന് തുടങ്ങി വെച്ചതാണ് ആ സമയത്ത്. പിന്നെ അത് എല്ലാ പ്രാവശ്യവും ഇപ്പം സ്ഥിരമായിട്ട് വൈറ്റ് ഫ്ലവർ മെഡിറ്റേഷൻ ലോകമെമ്പാടും ചെയ്യുന്നു എന്നുള്ളതാണ്. സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ ധ്യാനവും ഭജനയും നടന്നു. ആ ശാന്തിയുടെ ആഴങ്ങളിലേക്ക്, ഇരിപ്പിടത്തിലേക്ക് ആഴത്തിൽ പ്രവേശിക്കുക. സവകാശം ധ്യാനത്തിലും ഭജനയിലും പങ്കെടുത്ത് മനസ്സ് ശാന്തമാക്കിയാണ് ഭക്തരെല്ലാം മടങ്ങിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്. 2025 ഇടമണ്ണയിൽ വി സുഗുണാനന്ദൻ സ്മാരക കഥകളി പുരസ്കാരം സദനം വിജയൻ വാര്യർക്ക് സമ്മാനിച്ചു. എറണാകുളം ബ്രഹ്മസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ പുരസ്കാരം സമർപ്പിച്ചു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പിതാവും കഥകളി കലാകാരനുമായ ഇടമണ്ണയിൽ ശ്രീ വി സുഗുണാനന്ദന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് പുരസ്കാരം. ചടങ്ങിൽ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ധ്യായാബോധവളാവഗുണ്ഠനവതീം തേജോമയീം നൈഷ്ഠികീം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പിതാവും കഥകളി കലാകാരനുമായ ഇടമണ്ണേൽ ശ്രീ വി സുഗുണാനന്ദന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന കഥകളി പുരസ്കാരം സദനം വിജയൻ വാര്യർക്ക് സമ്മാനിച്ചു. എറണാകുളം ബ്രഹ്മസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ സി രാധാകൃഷ്ണനാണ് പുരസ്കാരം നൽകിയത്. കഥകളി എന്നുള്ളത് കലകളിൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു കലയാണ്. അതിൻ്റെ പ്രകടനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഈശ്വര സാക്ഷാത്കാരം വരെ നേടിയ ആളുകൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അവരെ നമസ്കരിക്കാതെ പറ്റില്ല. 50,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങിയതാണ് പുരസ്കാരം. പ്രശസ്തി പത്രം ഡോക്ടർ ആനന്ദകുമാർ വിജയൻ വാര്യർക്ക് നൽകി. ഡോക്ടർ ഗിരീഷ് കുമാർ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു. ചടങ്ങിൽ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സുഗുണച്ചൻ കഥകളിയിൽ കൂടുതലും കൃഷ്ണവേഷം തന്നെയാണ് എടുത്തിരുന്നത്. അന്ന് അമ്മയിൽ പ്രതിഫലിച്ച കൃഷ്ണഭാവം അദ്ദേഹത്തിന് നന്നായി മനസ്സിലായി. അമ്മയുടെ വീട് പിന്നീട് ആശ്രമമായി മാറുകയായിരുന്നു. കഥകളി രംഗത്ത് ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്ന കലാകാരനാണ് സദനം വിജയൻ വാര്യർ. സദനം കഥകളി അക്കാദമിയിൽ ഇദ്ദേഹം ദീർഘകാലം അധ്യാപകനായിരുന്നു. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നീ വേഷങ്ങളെല്ലാം അനായാസേന കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ഫെലോഷിപ്പ് അടക്കം നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തി. താൻ ഇപ്പോഴും കഥകളി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് സദനം വിജയൻ വാര്യർ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. അമ്മയുടെ അച്ഛൻ്റെ പേരിൽ എനിക്ക് ഇന്ന് ലഭിച്ച പുരസ്കാരം ഏറ്റവും മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കിക്കൊണ്ട് അതുപോലെ ഞാൻ ആ കലയെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്മേളനത്തിന് ശേഷം സുഗുണാമൃതം കഥകളി സംഘം പുതിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. അമൃത ന്യൂസ്, കൊച്ചി. എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെയും ശ്രീമാതാ അമൃതാനന്ദമയി സത്സംഗ സമിതിയുടെയും കോന്നി സേവാ ഭാരതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും നടത്തി. മാതാ അമൃതാനന്ദമയി മഠം തിരുവല്ല മഠാധിപതി സ്വാമിനി ഭവ്യാമൃത പ്രാണ ദീപപ്രോജ്വലനം നടത്തി ആരംഭിച്ച ക്യാമ്പ് വെസ്റ്റ് ബംഗാൾ റിട്ടയർഡ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജേന്ദ്രകുമാർ KS ഉദ്ഘാടനം ചെയ്തു. CS സോമൻ, ജയൻ MD, കൃഷ്ണകുമാർ G, രാധിക റാണി M, രാധാമോഹൻ, രമേശ് K എന്നിവർ പ്രസംഗിച്ചു. കൊച്ചി അമൃത ആശുപത്രിയിലെ ഡോക്ടർമാരാണ് പരിശോധനകൾ നടത്തിയത്. കോന്നി എലിയറയ്ക്കൽ അമൃത വിദ്യാലയത്തിൽ വെച്ച് നടത്തിയ ക്യാമ്പ് നിരവധി പേർക്ക് പ്രയോജനമായി.
കണ്ണൂർ തലശ്ശേരി അമൃത വിദ്യാലയം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സിനി ആർട്ടിസ്റ്റ് സൂരജ് കെ മുഖ്യാതിഥിയും സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ ഗോകുൽ മോഹൻരാജ് വിശിഷ്ടാതിഥിയുമായി. സ്കൂൾ പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി സമാരാധ്യാമൃത ചൈതന്യ സ്കൂൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. റിട്ടയർഡ് പ്രധാന അധ്യാപകനും ട്രെയിനറും കൗൺസിലറുമായ ദിലീപ് കുമാർ, ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് റിട്ടയർഡ് കെമിസ്ട്രി വിഭാഗം മേധാവി പ്രൊഫസർ മേജർ പി ഗോവിന്ദൻ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. സ്കൂൾ ലീഡർമാരായ ആശിഷ് മനോജ് സ്വാഗതവും ദേവനന്ദിനി നന്ദിയും പറഞ്ഞു. സമ്മാന വിതരണവും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോർ എവർ. ശബരിമലയിൽ തീർത്ഥാടകർക്ക് അപകട ഭീഷണി ഉയർത്തി അരവണ കൗണ്ടറിന്റെ വശത്ത് അരിച്ചാക്കുകളുടെ കൂമ്പാരം. ഭക്തർ കൊണ്ടുവരുന്ന അരി കരാറുകാർ ശേഖരിച്ച് സൂക്ഷിക്കുന്നത് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ്. അരിച്ചാക്കുകൾ അപകട ഭീതി ഉയർത്തുന്നതായി കാണിച്ച് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം പാകിസ്ഥാന്. ഫൈനലിൽ ഇന്ത്യയെ 191 റൺസിന് തോൽപ്പിച്ചാണ് പാകിസ്ഥാൻ ചാമ്പ്യന്മാരായത്. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ പാകിസ്ഥാൻ 8 വിക്കറ്റ് നഷ്ടത്തിൽ 347 റൺസാണ് നേടിയത്. 113 പന്തിൽ 172 റൺസ് നേടിയ സമീർ മിൻഹാസ് ആണ് പാകിസ്ഥാനെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 26.2 ഓവറിൽ 156 റൺസിന് എല്ലാവരും പുറത്തായി. 16 പന്തിൽ 36 റൺസ് നേടിയ ദീപേഷ് ദേവേന്ദ്രനാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. പാകിസ്ഥാന്റെ 2ാം കിരീടമാണിത്. ഡെയിലീസ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.